പിന്നെ കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കുന്നില്ലേ, കാര്യങ്ങൾ നടക്കുന്നില്ലേ, റേഷൻ കിട്ടുന്നില്ലേ, ആശുപത്രിയിൽ പോയാൽ മരുന്ന് കിട്ടുന്നില്ലേ, ഡോക്ടറില്ലേ, വൈകുന്നേരം വരെ ചികിത്സയല്ലേ? ഇതൊക്കെ തന്നെയല്ലേ ജനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടത്. വേറെ ഇപ്പോൾ ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ ഈ കൊടുക്കണതും ഇല്ലാതാവും, ഈ കിട്ടുന്നതും ഇല്ലാതാവും. ഈ പാവപ്പെട്ടവനിക്ക് 2000 രൂപ മാസം കിട്ടും. ഈ ഏറ്റവും വലിയൊരു ഹയറാണ്. അതൊക്കെ മന്ദാകാൻ പോവുക. അതൊന്നും ഇനി കിട്ടൂല. വോട്ട് ചെയ്തൊരു മയപ്പെട്ടൊക്കെ ഒരു മന്ദായി കഴിഞ്ഞു. കുറ്റം പറയുന്ന ഒരു പ്രശ്നങ്ങളും ഇല്ല. അറിയാം, നല്ല പുരോഗതി തന്നെയാണ് ഈ ഭരണം കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ കുട്ടികളോട് പവർ കട്ടിനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്താ പറയാ, ഞങ്ങൾക്ക് അറിയില്ലെന്നാ പറയാ. അപ്പൊ ഇവിടുത്തെ വികസനം തന്നെയാണ് ഇതൊക്കെ. എന്റെ മോള് ഗവൺമെന്റ് കോളേജിലാണ്. ആ കുട്ടിക്ക് ഇപ്പോൾ 6000 രൂപ, പിന്നെ അതിലിടയ്ക്ക് ഉള്ള സ്കോളർഷിപ്പുകൾ, പിന്നെ എനിക്കൊരു ആക്സിഡന്റിൽ ഒരു 10000 രൂപ അത് കിട്ടിയിട്ടുണ്ട്. ഈ ഗവൺമെന്റ് ഇനിയും തിരിച്ചു വരണം. അതല്ലെങ്കിൽ ഞങ്ങളെ കാര്യം ഞങ്ങൾക്ക് കഞ്ഞുപിടിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് കറണ്ട് ഉണ്ടാവില്ല, ഞങ്ങളെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ആശുപത്രി പോയാൽ ഡോക്ടർ ഉണ്ടാവില്ല, മരുന്നുണ്ടാവില്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ ഇവിടെ ജീവിക്കാം? ഈ ഗവൺമെന്റ് തിരിച്ചു വരണം. ഇത് പാവപ്പെട്ടവന്റെ ഗവൺമെന്റ്. സാധാരണക്കാരെ വലിയ ഉയർച്ച ഇല്ലെങ്കിലും മലപ്പുറം ജില്ലയാണെങ്കിലും പൊതുവെ നല്ലൊരു കാഴ്ചപ്പാടാണ് ഇവിടുത്തെ MLA ആണെങ്കിലും അതേപോലെ കുഴപ്പമൊന്നുമില്ലാത്തൊരിതാണ്. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്. പെൻഷൻ ജനങ്ങൾക്ക് കിട്ടുന്നത് നല്ലൊരു ഉപകാരമാണ്. ഇപ്പോൾ ഈ പെൻഷൻ കിട്ടുന്നത് മാസം 2000 തരുന്ന നല്ലൊരു ഉപകാരമാണല്ലോ നമുക്കതല്ല. സാധാരണക്കാർക്ക് അതല്ല മെയിൻ. ആര് ഭരിക്കുകയാണെങ്കിലും അതിന് എന്തായാലും ഒരു എതിർകക്ഷി വരും. കാരണം നല്ലത് ചെയ്താലും അത് കുറ്റങ്ങളായിട്ട് മാത്രമേ കാണുള്ളൂ. പെൻഷനൊക്കെ ഇപ്പോൾ കൂടുതൽ കിട്ടുന്നുണ്ട്. അത് 2000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. നാട് ഒരുപാട് വികസിച്ചിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. നമ്മൾ മുമ്പ് തന്നെ നമ്മൾ KSRTC നമുക്കൊരു ഉദാഹരണമാണ്. കോളേജ് ഉണ്ട്, ഹെൽത്ത് സെന്റർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ റോഡുകൾ, നല്ല നല്ല വികസനം തന്നെയാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കുന്നില്ലേ, കാര്യങ്ങൾ നടക്കുന്നില്ലേ, റേഷൻ കിട്ടുന്നില്ലേ, ആശുപത്രിയിൽ പോയാൽ മരുന്ന് കിട്ടുന്നില്ലേ, ഡോക്ടറില്ലേ, വൈകുന്നേരം വരെ ചികിത്സയല്ലേ? ഇതൊക്കെ തന്നെയല്ലേ ജനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടത്. അതല്ലാതെ പിന്നെ വലിയ ഹൈടെക് ആളുകളെ വലിയ ആളുകൾക്ക് വേണ്ടി നമ്മളിവിടെ ഈ വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും പിന്നെ നല്ല ഒരു ഇതാണ്. ഇപ്പോൾ പെൻഷൻ 2000 ആക്കി, അതൊരു നല്ല കാര്യം തന്നെയാണ്. അതൊന്നും തിരക്കില്ലാത്ത ഭരണം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ ഇപ്പോൾ ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ ഈ കൊടുക്കണതും ഇല്ലാതാവും, ഈ കിട്ടുന്നതും ഇല്ലാതാവും. ഈ പാവപ്പെട്ടവനിക്ക് 2000 രൂപ മാസം കിട്ടും. ഈ ഏറ്റവും വലിയൊരു ഹയറാണ്. അതൊക്കെ മന്ദാകാൻ പോവുക. അതൊന്നും ഇനി കിട്ടൂല. വോട്ട് ചെയ്തൊരു മയപ്പെട്ടൊക്കെ ഒരു മന്ദായി കഴിഞ്ഞു. നമ്മുടെ മറഞ്ചേരി വിഷയം നല്ല വികസനമുണ്ട്. എല്ലാം കൊണ്ടും കുഴപ്പമില്ല. നേരത്തെ നാട്ടിൽ വ്യക്തിയോട് നല്ല അത്ര ഉള്ള ആരോഗ്യപരമായിട്ടാണെങ്കിലും പിന്നെ എല്ലാം വളർച്ച തന്നെയാണ് കാഴ്ചപ്പാട്. ജില്ലയിൽ ഇപ്പോൾ ഒരുപാട് മാറ്റം കണ്ടു. ഒരുപാട് പിന്നെ നിർത്തിവെച്ചിരുന്ന പ്രൊജക്ടുകൾ മുഴുവൻ അത് പൂർത്തിയാക്കി കഴിഞ്ഞു. മലപ്പുറത്തിന്റെ വികസനം നല്ല രീതിയിലുണ്ട്. പിന്നെ വിദ്യാലയങ്ങളും ഹോസ്പിറ്റലും ഒക്കെ നല്ല നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഹോസ്പിറ്റലിൽ സ്കൂളൊക്കെ വളരെ ഉഷാറാണ്. ആയിരത്തിലൊക്കെ എൻ്റെ മക്കളും പഠിക്കുന്നത് ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിലാണ്. അവിടെ വിദ്യാഭ്യാസം വളരെ ഉഷാറാണ്. കുറ്റം പറയുന്ന ഒരു പ്രശ്നങ്ങളും ഇല്ല. അറിയാം, നല്ല പുരോഗതി തന്നെയാണ് ഈ ഭരണം കൊണ്ടുവന്നിട്ടുള്ളത്. ഹോസ്പിറ്റലിൽ 2 ഉണ്ട്. ഒന്നിപ്പോൾ ഉച്ചവരൊക്കെ ഉണ്ടാകുള്ളൂ. അതിപ്പോൾ ഫുൾ ടൈം 5 മണി വരെ ഉണ്ട്. പിന്നെ അഡ്മിറ്റുള്ള കാര്യങ്ങളൊക്കെ കുറ്റിപ്പുറത്തുണ്ട്. ഇവിടെ അടുത്ത് ടൗണിൽ നിയോജകമണ്ഡലത്തിൽ 2 ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികളോട് പവർ കട്ടിനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്താ പറയാ, ഞങ്ങൾക്ക് അറിയില്ലെന്നാ പറയാ. അപ്പൊ ഇവിടുത്തെ വികസനം തന്നെയാണ് ഇതൊക്കെ. പിന്നെ കണ്ടെയ്നർ ടെർമിനൽ വന്ന് ഇവിടെ വികസനങ്ങൾ ഏതാ വരാത്തത്? എല്ലാ സംഗതികളും വരില്ലേ? തുടർന്ന് കിട്ടുമെന്ന് നോക്കിയാൽ മതി. നമ്മളൊക്കെ ഇപ്പോൾ 2000 രൂപ കിട്ടിയിട്ടാണ് വലിയ മരുന്നൊക്കെ വാങ്ങിയിട്ട് ജീവിക്കുന്നത്. എന്റെ മോള് ഗവൺമെന്റ് കോളേജിലാണ്. ആ കുട്ടിക്ക് ഇപ്പോൾ 6000 രൂപ, പിന്നെ അതിലിടയ്ക്ക് ഉള്ള സ്കോളർഷിപ്പുകൾ, പിന്നെ എനിക്കൊരു ആക്സിഡന്റിൽ ഒരു 10000 രൂപ അത് കിട്ടിയിട്ടുണ്ട്. സ്കൂൾ നല്ലതാണ്. പിന്നെ ആരോഗ്യ മേഖല അതൊക്കെ ഉള്ളത് സാധാരണക്കാരന്റെ ഇതാണ്. പിന്നെ ഭക്ഷണത്തിന് ഇതിനൊന്നും ഒട്ടും വരുന്നില്ലല്ലോ. ഞങ്ങൾക്ക് അടുത്ത് കൂടി ഹൈവേ പോകണം. അതൊക്കെ ജനങ്ങൾക്ക് നല്ലൊരു കാര്യം തന്നെ ഉള്ളതൊക്കെ പുരോഗമനം തന്നെയാണ്, എത്രയോ ബെറ്ററാണ്. ഈ ഗവൺമെന്റ് ഇനിയും തിരിച്ചു വരണം. അതല്ലെങ്കിൽ ഞങ്ങളെ കാര്യം ഞങ്ങൾക്ക് കഞ്ഞുപിടിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് കറണ്ട് ഉണ്ടാവില്ല, ഞങ്ങളെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ആശുപത്രി പോയാൽ ഡോക്ടർ ഉണ്ടാവില്ല, മരുന്നുണ്ടാവില്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ ഇവിടെ ജീവിക്കാം? ഈ ഗവൺമെന്റ് തിരിച്ചു വരണം. ഇത് പാവപ്പെട്ടവന്റെ ഗവൺമെന്റ്.